അസ്സലാമു അലൈക്കും ഗൈസ്, വെൽക്കം ടു സുനീസ് കിച്ചൻ. നമുക്കിന്ന് ഇവിടെ കുക്കർ ഉപയോഗിച്ചിട്ട് നല്ല ആരെടുത്ത കലത്തപ്പം ഉണ്ടാക്കിയാലോ. ഇത് നമ്മളിവിടെ 8 മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയാണ്. കഴുകി വെള്ളമൊഴിച്ച് വെച്ചതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ചോറും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 4 ഏലക്ക ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകം ചേർക്കാം. കുറച്ച് മാത്രം ഉപ്പും ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് തരികളൊന്നും കൂടാതെ അധികം ലൂസും ആകാത്ത വിധത്തിലൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരിയും ചോറും ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ട് നമ്മളൊരു 3 അച്ച് ശർക്കര മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ട് നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂട്ടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കണ കൈയോടെ തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാവ് കട്ട പിടിച്ചു പോവും. നല്ല ലൂസായിട്ട് വേണം നമ്മുടെ മാവിരിക്കാൻ. നമ്മളൊരു കുക്കർ വെച്ച് കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് തേങ്ങ കൊത്തുകളാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ എണ്ണയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. 1 കപ്പ് ചെറുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചാണ്, അത് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചെറുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ഉള്ളിയും തേങ്ങക്കൊത്തൊക്കെ നന്നായിട്ട് ചുമത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് കോരി മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് താഴെ ഒന്ന് നിരപ്പാക്കി കൊടുക്കാം. ഗ്യാസ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ മാവിൻ്റെ കൂട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാവ് ഒഴിച്ച് അതോടൊപ്പം തന്നെ നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടപ്പിട്ട് കൊടുക്കാം. വിസിലെടുത്ത് മാറ്റിയ ശേഷം 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിരുന്ന് കുക്കാവട്ടെ. നമ്മുടെ കുക്കറിൻ്റെ ചൂട് പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതുണ്ടോ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. അതിന് ശേഷം നമുക്ക് ചൂടാറിയിട്ടുണ്ട്. കുക്കറിനൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കയ്യേറ്റ് തന്നെ എടുക്കാം. ഉണ്ടോ, ഒട്ടും കരിയാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഒരു വട്ടം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അതിനോടൊപ്പം തന്നെ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.